എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങാൻ ആലോചിക്കുമ്പോൾ ഇന്ന് ആദ്യം മനസ്സിൽ വരുന്നത് പെട്രോൾ ആണോ അതോ ഇലക്ട്രിക് ആണോ എന്നതായിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പച്ച നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. ഒരു വശത്ത് ഇന്ധനവില ഇനത്തിൽ വലിയൊരു തുക ലാഭിക്കാമെന്ന ആശ്വാസമുണ്ടെങ്കിലും മറുവശത്ത് വണ്ടി വാങ്ങുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വലിയ പേടിയാണ് ഇതിന്റെ ബാറ്ററി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ബാറ്ററി നമ്മുടെ മൊബൈൽ ഫോൺ പോലെ 1-2 വർഷം കഴിയുമ്പോൾ കേടാകും. പ്രത്യേകിച്ച് ഹൈവേകളിലെ വലിയ DC ഫാസ്റ്റ് ചാർജറുകൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ വണ്ടിയുടെ ആയുസ് വേഗത്തിൽ കുറയുമെന്നും ബാറ്ററി പെട്ടെന്ന് മാറ്റേണ്ടി വരുമെന്നും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്? ആദ്യം തന്നെ വളരെ ലളിതമായൊരു കാര്യം പഠിക്കാം. എന്താണ് സ്ലോ ചാർജിംഗ് AC? എന്താണ് ഫാസ്റ്റ് ചാർജിംഗ് DC? നമ്മുടെ വീടുകളിലെ പ്ലഗിൽ നിന്നും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ നിന്നുമൊക്കെ വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് അഥവാ AC ആണ്. എന്നാൽ നിങ്ങളുടെ വണ്ടിയിലെ വലിയ ബാറ്ററിക്ക് ഊർജ്ജം സേവ് ചെയ്ത് വെക്കാൻ ഡയറക്റ്റ് കറന്റ് അഥവാ DC മാത്രമേ സാധിക്കൂ. നിങ്ങൾ വീട്ടിലെ 3.3 കിലോവാട്ട് അല്ലെങ്കിൽ 7.2 കിലോവാട്ട് ചാർജർ ഉപയോഗിച്ച് വണ്ടി ചാർജ് ചെയ്യുമ്പോൾ വണ്ടിയിലേക്ക് കയറുന്നത് AC കറന്റാണ്. അപ്പോൾ വണ്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ മെഷീൻ, അതിനെ ഓൺ ബോർഡ് ചാർജർ എന്ന് വിളിക്കും, ഈ ACയെ മെല്ലെ മെല്ലെ DC ആക്കി മാറ്റി ബാറ്ററിയിലേക്ക് കൊടുക്കും. ഈ പരിപാടി വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. നമ്മൾ വീട്ടിലെ പൈപ്പിലൂടെ ഒരു വലിയ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് പോലെ. വെള്ളം പതുക്കെ നിറയുന്നു, യാതൊരു ബഹളവുമില്ല, ടാങ്കിന് ഒരു കേടുപാടുമില്ല. ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ എടുക്കും ബാറ്ററി ഫുള്ളാകാൻ. എന്നാൽ നിങ്ങൾ ഹൈവേയിലെ 50 കിലോവാട്ട് അല്ലെങ്കിൽ 100 കിലോവാട്ട് പവറുള്ള വലിയ DC ഫാസ്റ്റ് ചാർജറിലേക്ക് വണ്ടി കുത്തുമ്പോൾ കഥ മാറും. ആ വലിയ മെഷീന്റെ ഉള്ളിൽ വെച്ച് തന്നെ കറന്റ് DC ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് വണ്ടിയിലെ ചെറിയ മെഷീനെ ഒഴിവാക്കി നേരെ ബാറ്ററിയുടെ ഉള്ളിലേക്ക് അതിശക്തമായി ഒരൊറ്റയടിക്ക് കറന്റ് പമ്പ് ചെയ്യുകയാണ്. വെറും 40 മിനിറ്റ് കൊണ്ട് വണ്ടി 80% ചാർജ് ആവും. എന്നാൽ ഇത്ര വേഗത്തിൽ ഊർജ്ജം കയറുമ്പോൾ ബാറ്ററിക്ക് ഉള്ളിൽ വലിയ തോതിൽ ചൂടുണ്ടാകുന്നു. ഈ ചൂടാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയെ നശിപ്പിക്കുമോ? കേട്ടോളൂ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായ ജിയോടാബ് 2026 ജനുവരിയിൽ ഒരു വലിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. 21 വ്യത്യസ്ത മോഡലുകളിലായി ലോകമെമ്പാടുമുള്ള 22,700 ഇലക്ട്രിക് കാറുകളെയാണ് അവർ ടെസ്റ്റ് ചെയ്തത്. ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്: ഒരു സാധാരണ ഇലക്ട്രിക് വാഹനത്തിന്റെ ബാറ്ററിക്ക് പ്രതിവർഷം ശരാശരി 2.3% മാത്രമാണ് ഡീഗ്രഡേഷൻ അഥവാ കാര്യക്ഷമതാ കുറവ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളൊരു പുത്തൻ EV വാങ്ങി 10 വർഷം തുടർച്ചയായി ഉപയോഗിച്ചാൽ പോലും 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ബാറ്ററിക്ക് ഏകദേശം 75% മുതൽ 80% വരെ ആരോഗ്യമുണ്ടാകുമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ പോലെ 3 വർഷം കൂടുമ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വരുമെന്ന പേടി ഇന്ന് വേണ്ട. എന്നാൽ ഈ പഠനത്തിൽ ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 100 കിലോവാട്ടിന് മുകളിലുള്ള DC ഫാസ്റ്റ് ചാർജറുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ, അതായത് വീട്ടിൽ ചാർജ് ചെയ്യാതെ എപ്പോഴും പബ്ലിക് ചാർജർ മാത്രം ഉപയോഗിക്കുന്നവരിൽ പ്രതിവർഷം 3.0% വരെ കാര്യക്ഷമത കുറയുന്നുണ്ട്. എന്നാൽ ദൂരയാത്രകളിൽ വല്ലപ്പോഴും മാത്രം, അതായത് മാസത്തിൽ 1-2 തവണ മാത്രം ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിക്കുന്നവർക്ക് യാതൊരുവിധ അധിക ഡിഗ്രഡേഷനും സംഭവിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ വെറും 0.1% കുറവ് മാത്രമേ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കുന്നത്? ഇതിന് പിന്നിലെ പ്രധാന കാരണം ലിഥിയം പ്ലേറ്റിംഗ് ആണ്. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് സഞ്ചരിക്കുന്നു. ആനോഡിനുള്ളിലെ സുഷിരങ്ങളിലേക്ക് ഈ അയോണുകൾ കൃത്യമായി കയറിയിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ നമ്മളൊരു DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോൾ വലിയ അളവിലുള്ള അയോണുകൾ ഒരേ സമയം ആനോഡിലേക്ക് തള്ളിക്കയറുന്നു. ഇത്രയും വേഗത്തിൽ വരുന്ന അയോണുകൾക്ക് ആനോഡിനുള്ളിലേക്ക് കടക്കാൻ സമയം ലഭിക്കാതെ വരികയും അവ ആനോഡിന്റെ പുറം ഭാഗത്ത് ഒരു ലോഹ പാളിയായി അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്ലേറ്റിംഗ് സംഭവിക്കുന്ന അയോണുകൾ പിന്നീട് ഒരിക്കലും ഊർജ്ജം സംഭരിക്കാൻ സഹായിക്കില്ല. ഇത് ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയ്ക്കുകയും കാലക്രമേണ വണ്ടിയുടെ റേഞ്ച് കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിക്കുന്നതാണ് ബാറ്ററിയുടെ ആരോഗ്യത്തിന് നല്ലത്. നിങ്ങളുടെ ഇലക്ട്രിക് വണ്ടിയിൽ ഏത് തരം ബാറ്ററിയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രധാനമായും 2 തരം ബാറ്ററികളാണ് വണ്ടികളിൽ വരുന്നത്. ഒന്ന് NMC ബാറ്ററികൾ. മഹീന്ദ്ര XUV 400, ഹ്യുണ്ടായ് അയോണിക് 5 തുടങ്ങിയ പ്രീമിയം വണ്ടികളിലാണ് ഇവ കാണുന്നത്. പവർ കൂടുതലാണെങ്കിലും ഇവയ്ക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറവാണ്. അതുകൊണ്ട് NMC ബാറ്ററികൾ എപ്പോഴും 20 മുതൽ 80% വരെ മാത്രം ചാർജ് ചെയ്യുക. ദൂരയാത്രകൾക്ക് പോകുമ്പോൾ മാത്രം 100% ചാർജ് ചെയ്യുക. 2. LFP ബാറ്ററികൾ. ടാറ്റ പഞ്ച് EV, ടിയാഗോ EV, MG വിൻസർ EV, MG കോമറ്റ്, BYD ആറ്റോ 3 തുടങ്ങിയ ജനപ്രിയ മോഡലുകളിൽ ഇവയാണുള്ളത്. NMCയെ അപേക്ഷിച്ച് ഇതിൽ നിന്ന് കുറച്ച് റേഞ്ച് കുറവേ കിട്ടൂ. എന്നാൽ ഇതിന്റെ സുരക്ഷയും ലൈഫും വളരെ കൂടുതലാണ്. തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ LFP ബാറ്ററികൾ യാതൊരു പേടിയുമില്ലാതെ നിങ്ങൾക്ക് 100% വരെ ചാർജ് ചെയ്യാം. എന്ന് മാത്രമല്ല, ഇടയ്ക്കിടെ ഇത് 100% ചാർജ് ചെയ്താൽ മാത്രമേ വണ്ടിയിലെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന് BMS ബാറ്ററിയെ ബാലൻസ് ചെയ്ത് കൃത്യമായ റേഞ്ച് നിങ്ങൾക്ക് മീറ്ററിൽ കാണിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ നിങ്ങളുടെ വണ്ടി NMC ആണെങ്കിൽ 80% നിർത്തുക, LFP ആണെങ്കിൽ 100% വരെ ചാർജ് ചെയ്യുക. ഫാസ്റ്റ് ചാർജിങ്ങിനേക്കാൾ കൂടുതൽ നമ്മുടെ ബാറ്ററികളെ നശിപ്പിക്കുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലങ്ങളിലെ കൊടും ചൂടും ഈർപ്പവുമാണ്.
നമ്മുടെ അന്തരീക്ഷ താപനില 40 ഡിഗ്രിക്ക് മുകളിലാകുമ്പോൾ ബാറ്ററിക്കുള്ളിലെ കെമിക്കലുകൾ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങും. പഠനങ്ങൾ പറയുന്നത് തണുപ്പുള്ള രാജ്യങ്ങളെക്കാൾ ചൂടുള്ള സ്ഥലങ്ങളിൽ ഓടുന്ന ഇലക്ട്രിക് വണ്ടികൾക്ക് പ്രതിവർഷം 0.4% കൂടുതൽ ബാറ്ററി ഡിഗ്രഡേഷൻ സംഭവിക്കുന്നതെന്നാണ്. ഇത് തടയാനായി 2026 ഇറങ്ങുന്ന എല്ലാ പ്രധാന വണ്ടികളിലും ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പെട്രോൾ വണ്ടികളിലെ റേഡിയേറ്ററിൽ കൂളന്റ് ഒഴിക്കുന്നത് പോലെ തന്നെ ബാറ്ററിക്ക് ചുറ്റും ഒരു ഫ്രിഡ്ജ് പോലെ പ്രവർത്തിക്കാൻ കൂളന്റ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തിലെ കൂളന്റ് ഓരോ 2 മുതൽ 4 വർഷം കൂടുമ്പോൾ നിർബന്ധമായും പൂർണ്ണമായി മാറ്റി പുതിയത് ഒഴിച്ചിരിക്കണം. ഇത് ചെയ്യാതിരുന്നാൽ കൂളിംഗ് സിസ്റ്റം തകരാറിലാകും. അങ്ങനെ വന്നാൽ സുരക്ഷയുടെ ഭാഗമായി വണ്ടി തനിയെ ഫാസ്റ്റ് ചാർജിംഗ് വേഗത വെട്ടിച്ചുരുക്കും, വണ്ടിയുടെ പവർ കുറയും. ഇതിനെ തെർമൽ ത്രോട്ട്ലിംഗ് എന്ന് പറയും. റേഡിയേറ്ററിൽ അടിയുന്ന പൊടിയും പ്രാണികളും സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ കമ്പനികൾ തരുന്ന വാറന്റിയെക്കുറിച്ചും റീസെയിൽ വാല്യൂവിനെക്കുറിച്ചും സംസാരിക്കും. ഇന്ത്യയിൽ 2026 ടാറ്റ, മഹീന്ദ്ര, MG, ഹ്യുണ്ടായി തുടങ്ങിയ മിക്ക ബ്രാൻഡുകളും തങ്ങളുടെ വണ്ടികളുടെ ബാറ്ററിക്ക് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാറന്റിയാണ് നൽകുന്നത്. ചിലർ 1,50,000 കിലോമീറ്റർ നൽകുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 8 വർഷത്തിനുള്ളിൽ ബാറ്ററിയുടെ ഹെൽത്ത് 70% താഴെ പോയാൽ മാത്രമേ കമ്പനി നിങ്ങൾക്ക് ബാറ്ററി ഫ്രീ ആയി മാറ്റിത്തരികയുള്ളൂ. നിങ്ങൾ വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിച്ച് ബാറ്ററിയിൽ വെള്ളം കയറിയാലോ അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്താലോ വാറണ്ടി കിട്ടില്ല. പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ടാറ്റ അവരുടെ ചില പുതിയ വണ്ടികൾക്ക് ലൈഫ് ടൈം വാറണ്ടിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് ആദ്യം വണ്ടി വാങ്ങുന്ന ആൾക്ക് മാത്രമായിരിക്കും കിട്ടുക. ഇനി ഈ വാറണ്ടിയൊക്കെ കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ബാറ്ററി മാറ്റണമെങ്കിൽ എന്ത് ചിലവ് വരും? ഉദാഹരണത്തിന് 40 കിലോവാട്ട് മണിക്കൂർ ബാറ്ററിയുള്ള ടാറ്റ നെക്സോൺ EV അല്ലെങ്കിൽ മഹീന്ദ്ര XUV 400 ഒക്കെ ആണെങ്കിൽ ബാറ്ററി മാറ്റാൻ ഏകദേശം 5.5 ലക്ഷം മുതൽ 6.8 ലക്ഷം രൂപ വരെ ചിലവ് വരും. അത് ഇന്നത്തെ കണക്കാണ്. ഭാവിയിൽ ബാറ്ററിയുടെ വില ഇനിയും കുറയാൻ തന്നെയാണ് സാധ്യത. ചുരുക്കത്തിൽ പറഞ്ഞ സുഹൃത്തുക്കളെ, ഫാസ്റ്റ് ചാർജിംഗ് എന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ നശിപ്പിക്കുന്ന ഒരു വില്ലനല്ല. അത് ദൂരയാത്രകളെ എളുപ്പമാക്കാനുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. മാസത്തിൽ 1-2 തവണ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. എന്നാൽ പബ്ലിക് ഫാസ്റ്റ് ചാർജറുകളെ മാത്രം ആശ്രയിച്ച് ദിവസവും വണ്ടി ചാർജ് ചെയ്യുന്നതും കൊടും ചൂടിൽ വണ്ടി ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുന്നതുമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. വീട്ടിലെ AC ചാർജിംഗ് നൽകുന്ന സാമ്പത്തിക ലാഭവും ബാറ്ററിയുടെ സുരക്ഷയും വേറെ ഒന്നിനും തരാൻ കഴിയില്ല. സ്വന്തം വണ്ടിയുടെ ബാറ്ററി കെമിസ്ട്രി ഏതാണെന്ന് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ കൂളന്റ് മാറ്റിയും 20 മുതൽ 80 വരെ റൂൾ പാലിച്ചും ഉപയോഗിച്ചാൽ കുറഞ്ഞത് 10 മുതൽ 12 വർഷം വരെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം ഒരു കുഴപ്പവുമില്ലാതെ മികച്ച റേഞ്ചോടെ നിരത്തിലോടും എന്നതിൽ യാതൊരു സംശയവും. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള ഇത്തരം സത്യസന്ധവും ശാസ്ത്രീയവുമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള ഇത്തരം സത്യസന്ധവും ശാസ്ത്രീയവുമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വണ്ടി ഏതാണെന്നും നിങ്ങൾക്ക് സാധാരണ എത്ര റേഞ്ച് കിട്ടാറുണ്ടെന്നും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.